ഗായ്സ്, അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോസ് ആഡ് ചെയ്യാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഷോപ്പിങ്ങിന് പോവാണ്. ഷോപ്പിംഗ് എന്ന് വെച്ചാൽ ഇവിടെ എന്തോ ഒരു 3 മണി വരെയും എന്തോ ഒരു സ്റ്റോള് ഉണ്ടെന്നാണ് പറയുന്നത്. വാങ്ങുമെന്നും ചാൻസ് ചിലപ്പോൾ ഉണ്ടാവില്ല, കാരണം ഇവിടെയൊക്കെ ഭയങ്കര റേറ്റ് കൂടുതലാണ്. അപ്പം ഞങ്ങൾ നോക്കുവാണ് എന്തെങ്കിലും ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തോ കുർത്തയോ ഷോളോ അങ്ങനെ എന്തൊക്കെയുള്ള സ്ഥലമാണ്. അപ്പോൾ നമ്മൾ നോക്കാം. അപ്പോൾ അവിടെ എത്തിയിട്ട് കാണിക്കാം. ഗായ്സ്, ഞങ്ങളപ്പം സ്റ്റോൾ എത്താറായി. സാരി എന്തൊക്കെയൊക്കെയോ ഉണ്ട്, നോക്കണം. പെർഫ്യൂം ഉണ്ടെന്ന് നോക്കാം. വാങ്ങുന്നറിയില്ല ഗായ്സ്. ആ കളറാ. ഹായ് ഗായ്സ്, സോ ഇന്ന് നമ്മൾ പുറത്തേക്ക് പോവാണ് ഗായ്സ്. ഇന്ന് ഫ്രണ്ട്സായിട്ട് ഫുഡ് കഴിക്കാൻ പോകാൻ. ഇപ്പോൾ രാത്രി 7 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിന്ന് ഹരിയാന ധാബയിൽ ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പോൾ ഇവരൊക്കെയാണ് എൻ്റെ ഫ്രണ്ട്സ്. അപ്പം ഞങ്ങൾ സൂപ്പർ ഫുഡ് കഴിക്കാനാണ് പോകുന്നത്. ഇന്ന് വീക്കെൻഡാണ്. ഓക്കെ, അപ്പം ഞാൻ അവിടെ എത്തിയിട്ട് കാണിക്കാം. അപ്പം ഇവരൊക്കെ ഫുൾ ഒച്ചപ്പാടാണ് ഗൈസ്. അപ്പം ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഇപ്പം നടന്നിട്ട് ഓട്ടോറിക്ഷ പിടിച്ചാണ് പോകാൻ പോകുന്നത്. കുറേ ഒന്നും മിണ്ടാതിരിക്കും, ഞാൻ അവിടെ വീഡിയോ എടുക്കാണ്. അപ്പം ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഇപ്പം നടന്നിട്ട് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് ഓട്ടോറിക്ഷ പിടിച്ചാണ് പോകുന്നത്. അപ്പം കാരണം കുറച്ച് ദൂരം ഉണ്ട്. ഇവരാണെങ്കിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല ഗൈസ്. എന്താ ചെയ്യേണ്ടത് ഞാൻ? ഇവരാണ് എൻ്റെ ഫ്രണ്ട്സ് ഗൈസ്. ഇവർ 3 പേരാണ് ഫ്രണ്ട്സ്. ഇവരാരായിരുന്നെന്ന് വെച്ചാൽ അവരാണ് 3 പേരും. അപ്പം എന്താന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ ഇവർ ഒരുമിച്ച് ക്ലാസ്മേറ്റ്സ് ആയിരുന്നു. പക്ഷെ ഞാനാണ് ഇവരുടെ കൂടെ വന്നിട്ട് ഇവരുടെ ക്ലാസ്മേറ്റ്സ് ആയ പറഞ്ഞാൽ ഇവർ ഒരേ കഥ പറയും. ഇവർ പറഞ്ഞ ഒരേ കഥ ഞാനിപ്പോൾ പഠിച്ചു. കണ്ട, ഇതന്നെയാണ് എൻ്റെ അവസ്ഥ. മനസ്സിലായല്ലേ? അപ്പം ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇവിടുത്തെ ക്യാമ്പസ്. സൂപ്പറാണ്. അപ്പം ഞങ്ങളിങ്ങനെ നടന്ന് പോവാണ്. വെയിൽ കാരണം ലൈറ്റ് കയറാനൊക്കെ പറ്റുന്നില്ല. ഞങ്ങൾ നല്ല സൂപ്പർ ഫുഡാണ് കഴിക്കാൻ പോകുന്നത്. കിട്ടിയാൽ മതിയായിരുന്നു. ഒന്നും കൂടെ അടിക്കാവോ? ഇവര് പട്ടീനെ പേടിച്ചിട്ട് നടന്ന് ഓടിപ്പോവാണ്. അപ്പം അങ്ങനെ എനിക്കൊന്നും പട്ടീനെ പേടിയില്ല. ഒരു രോഗിയുണ്ട് ഞങ്ങളുടെ കൂടെ. നീ തന്നെ. ഞാൻ മാത്രല്ല, നിങ്ങളും ഉണ്ട്. ഞങ്ങളോട് നീ ആദ്യം നീ ഒറ്റയ്ക്ക് കിടക്കുന്നതല്ലേ. ഞാനിത് ഓഫ് ചെയ്തേ. അതാണ് മാളു, അതാണ് അഞ്ജന, അതാണ് കൃഷ്ണവേണി. കാറ്റിനോടും കിളികളോ ആൾക്കാര് മറ്റേ തെറി വിളിച്ചേരി കൂടി ഞാൻ കാണാത്ത കഥകളിലെ ഞങ്ങൾ നിങ്ങളെ ട്രെയിൻ കാണിച്ചു തന്നില്ലേ? പിന്നെ ട്രെയിൻ കാണില്ല എന്ന് പറയുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ട്രെയിൻ കാണിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ആരും വിഷമിക്കരുത്. ഈ വീഡിയോ നമ്മൾ ട്രെയിൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് ലൈറ്റ് അടിച്ച് മോശം മുഖത്ത് എങ്ങോട്ടാ വണ്ടി വരുന്നത്? വണ്ടി അത് തന്നെ. അതെ സ്വന്തം റെയിൽവേ സ്റ്റേഷൻ. നമ്മളിനി ഓട്ടോറിക്ഷ പിടിച്ചിട്ടാണ് പോകുന്നത്. എന്ത് നോക്കണം, നമ്മൾ കുറേ നടക്കാനുണ്ട്. ഓട്ടോറിക്ഷ പിടിച്ചിട്ട് വേണമെങ്കിൽ നമുക്കിനി ദൂരെ പോകാൻ. ദൂരെ മീൻസ് കുറച്ച് ദൂരെ പോകാം. ലൈറ്റ് അടിച്ച് ഞങ്ങളുടെ ഇവിടുത്തെ ഓട്ടോറിക്ഷ ഇതിന് പോവാൻ. ഞങ്ങൾ ഓട്ടോറിക്ഷ പിടിച്ചിട്ട് പോവാണ്. എന്നെ കാണാൻ പറ്റുന്നില്ല. ഗായ്സ്, ഞങ്ങൾ ഹരിയാന ധാബയിൽ എത്തിയിട്ടുണ്ട് ഗായ്സ്. ഇതാണ് ഞങ്ങളുടെ ഹരിയാന ധാബ. ഇതൊക്കെയാണ് വ്യൂ ഗായ്സ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഹരിയാന ധാബ. ഞങ്ങളോട് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. നല്ല സൂപ്പർ വ്യൂ ആണ്. സോ ഗായ്സ്, ഞങ്ങളപ്പോൾ കടയിലെത്തി നല്ല ഫുഡ് കഴിക്കാൻ. ഞങ്ങൾ എന്താ കഴിക്കാൻ പോകണമെന്ന് വെച്ചാൽ നാൻ ആൻഡ് കറി എന്താ നമ്മൾ കഴിക്കാൻ പോകുന്നത്. സോ അപ്പോൾ നമ്മളത് ഓർഡർ ചെയ്യാൻ ചേട്ടൻ വരണം. വെയിറ്റ് ചെയ്യാൻ നമ്മൾ ഗായ്സ്, നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. കുറേ നേരമായിട്ട് ഫുഡ് വന്നിട്ടില്ല. രാവിലെ തൊട്ട് ഒന്നും കഴിക്കാത്ത കാരണം ഭയങ്കര വിശപ്പുണ്ട്.
എന്താ ചെയ്യാനാണ് ഗായ്സ്. ഇവരാണെങ്കിൽ എന്തൊക്കെയോ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കണേ. ലൂസിഫർ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കണം. ഒന്നും മനസ്സിലാവുന്നില്ല ഗായ്സ്. എക്സ്ക്യൂസ് മീ, നിങ്ങൾ വായി നോക്കുകയാണോ? ഫുഡ് വന്നല്ലോ. ഗായ്സ്, അപ്പം നമ്മൾ ഇനിയും ഇവിടെ നിന്ന് പോകണം. നല്ല സൂപ്പർ ക്ലൈമറ്റാണ്, ഞാൻ പറയാം. ഇവിടെ നല്ല സൂപ്പറാണ്. ഇനി ഓട്ടോറിക്ഷ കിട്ടുന്നവരെ നടക്കേണ്ടി വരും ഗായ്സ്. നമുക്ക് ഓട്ടോറിക്ഷ കിട്ടുന്നവരെ നടക്കേണ്ടി വരും. ഒരു ഓട്ടോറിക്ഷയിൽ കൂടി പോകുന്നുണ്ട്. തിരിച്ച് നിർത്തുമെന്ന് നോക്കട്ടെ. നിർത്തിയത് ഗായ്സ്. ഇന്ന് ഡിസ്കോ ലൈറ്റ് ഇല്ലാത്ത ഓട്ടോറിക്ഷയാണ്. യെസ് ഗൈസ്, നിങ്ങൾ അല്ലു അർജുൻ ഫാൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിക്കണം ഗൈസ്. ലൈക്ക് അവര് കേക്കൊന്നുമില്ലടി. അതല്ല, ഫീൽ മൈ ലവ്. സ്നേഹത്തിൽ 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 ആരോ വിളിക്കുന്നു. സഖിയേ ഫീൽ മൈ ലവ്. ഉള്ളിൽ പ്രേമം എന്തോ പോലെ ഗൈസ്. ഈ പാട്ട് ഈ ബ്രേക്കപ്പ് സോങ് കേട്ടിട്ട് നിങ്ങൾ ആരെങ്കിലും കരഞ്ഞവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം. നാളും മറയരുതേ തനിയേ ഞാൻ തേങ്ങുന്നു. ഇനിയും പരിഭവമരുതേ. ഒരു പൂത്താലി ഞാനൊന്ന് കഴുത്തിൽ ചാർത്തിയിലേ. അത് കാണാതെ അറിയുമോ പ്രിയ സഖി, എൻ മനസ്സിന്റെ മണിമഞ്ചലിൽ നീ എന്നെ പിരിയ. എല്ലാരും കിട്ടിക്കോ. വീഡിയോ ഉണ്ട്. അപ്പം ഗായ്സ്, ഞാനപ്പോൾ കോയമ്പത്തൂരിൽ നിന്ന് ടാറ്റ പറഞ്ഞ് ഇവരോടൊക്കെ ടാറ്റ പറഞ്ഞ് ഞാൻ പോവുകയാണ് അടുത്ത സ്ഥലത്തേക്ക്. അപ്പം അതിൻ്റെ വീഡിയോ കൂടിയാണ് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത്. അത്രേ ഉള്ളൂ.